ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്നേ നമ്മളൊരു നേർച്ചയ്ക്ക് പോകുന്നുണ്ട്, പള്ളി നേർച്ചയ്ക്ക്. അപ്പോൾ ആ നേർച്ചയ്ക്ക് പ്രധാനം അവിടെ അപ്പാണ് ചീരിഞ്ഞ് കൊടുക്കുക. അപ്പോൾ അപ്പത്തിന് നമ്മൾ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് വെച്ച് കാലത്തരിച്ച് അരച്ചു, അതുപോലെ ശർക്കര പാവ് കാച്ചി ഒഴിച്ച് നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണ്. ഉണ്ണിയപ്പത്തിൻ്റെ പാകം തന്നെ. പക്ഷേ എന്നാലും അവിടേക്ക് പ്രധാനം എൻ്റെ കുട്ടിക്കാലം വെച്ചിട്ടും നമ്മൾ അവിടെ പോയാൽ ചീരണിയായിട്ട് കിട്ടുന്നത് നെയ്യ് പല അപ്പങ്ങളുണ്ടാവും. അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ അപ്പമാണ്. അപ്പോൾ ആ അപ്പമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി. ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ടിട്ട് 2 ഏലക്ക തട്ടിയിട്ട് അതാണ് ഇപ്പോൾ ഈ അപ്പം. ഹായ്, വളർത്ത ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തെരുവത്തപ്പള്ളി നേർച്ചയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം 12:30 എങ്ങാണ്ടൊക്കെ ബസ്. 12:30 നമ്മുടെ എലവത്തൂരിൽ നിന്ന് ബസ്സുള്ളത്. അപ്പോൾ ഞാനിവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഉമ്മ ഇപ്പൊക്കെ ഇത് കൂടെ ഇങ്ങനെ ഓടുന്നുണ്ട് റെഡിയാവാൻ വേണ്ടിയിട്ട്. ഇൻഷാല്ലാ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇവരെല്ലാ കൊല്ലം പോകാറുണ്ട്. 2 കൊല്ലമായിട്ടാണ് പോവാത്തത് എന്നൊക്കെ പറഞ്ഞു ഉമ്മ. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. 12:30 ബസ്സിന് പോകാൻ നിൽക്കുകയാണ്. അവരൊക്കെ അത് കൂടെ പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നമ്മളൊരു ബാഗൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എന്തൊക്കെയൊക്കെയുണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. സമയമായി 12-12:15 ആയിട്ടുണ്ട്. ബസ് ഇപ്പോൾ വരും. അപ്പോൾ പിന്നെ ബിസ്മിയും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. പാലക്കാട് അറിയപ്പെടുന്നത് നേർച്ചയാണ്. തെരുവത്തപ്പള്ളി കുഴമണ്ണ. അവിടേക്കാണ് നമ്മൾ പോണത്. നാളെ ഈ നേരത്തൊക്കെ ഇവിടെ എത്തും. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അതെ, ടാറ്റ. സ്വാഗതം. വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബാഗ് ഞാൻ ഇടൂലെന്ന്. അപ്പൊ ഉപ്പിട്ടിട്ടാണ് ഇട്ടോ വരുന്നത്. ഇട്ടെടുക്കാൻ നല്ല സുഖമുണ്ട് ഇത്ര ആൾക്ക്. അങ്ങനെ ഞങ്ങളിപ്പം ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർക്കുള്ള ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. മൈക്ക് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കുത്തിയിട്ടില്ല. ഉപ്പ ഹായ് പറഞ്ഞു. നമ്മള് കോയൽമന്നത്തേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് ബസ് ഇറങ്ങിയിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. തെരുവത്തപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ കടകളുണ്ട്. വഴി മൊത്തം ഫുള്ള് കടകൾ തന്നെയാണ് കേട്ടോ. രാത്രി ആകുമ്പോഴായിരിക്കും നല്ല രസം ഉണ്ടാവും, ലൈറ്റൊക്കെ. ഇവിടെ തന്നെ ഒരു അമ്പലം ഇരിക്കുന്നുണ്ട് കേട്ടോ.
കണ്ണട അവിടെ അതെ ഇതേ ആ കാണുന്നതാണ് തെരുവത്ത് പള്ളി ട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയാല് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഉമ്മ ദേ അവിടെ നമ്മളെ കുടുംബക്കാരെ കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട് വർത്താനം പറഞ്ഞിട്ട്. എന്റെ ഉമ്മയും കുഞ്ഞിമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. അവരെവിടെയെന്ന് അറിയില്ല. അവരിനി തേടി ഒന്ന് കണ്ടുപിടിക്കാനുണ്ട്. ദേ ഉമ്മ വന്നു. അപ്പൊ ഞങ്ങൾ ഇനി അവരെ തെരഞ്ഞെങ്ങാണ്ട് പിന്നെ കണ്ടുപിടിച്ചിട്ട് നേരെ പള്ളിയേക്ക് കയറാന്ന് വെച്ചിട്ട് നിക്കാം. ടീംസിനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാ കുഞ്ഞിമ്മ വരുന്നു. അയാളുടെ കയ്യിലൊരു കുട്ടിയുണ്ട്. അമ്മ ഫാമിലി ഒന്നിച്ചു. വാഹനങ്ങൾ പതുക്കെ പോവുക. ആളുകൾ വരുന്നുണ്ട്. ചെയ്യുന്ന ആൾ ആ കിണറിന്റെ ഭാഗത്ത് നിൽക്കേണ്ടതാണ്. ഭക്തജനങ്ങൾക്ക് ബൈക്ക് ഞങ്ങള് പള്ളി സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അത് കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി പോവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാണ്. മൈക്ക് ഊരി വെച്ചു, അത് തന്നെ സൗണ്ടിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ കുറെ സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പൊ ഒന്ന് റൗണ്ട് അടിക്കാന്ന് വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും ഉമ്മയും. പിന്നെ ഇവിടെ എല്ലാരും ഉണ്ട്. പ്ലാസ്റ്റിക്
ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങളെ കുട്ടി കാണുമ്പോ ആ ഫ്രണ്ടാണ് ഒരാളെ കണ്ടുമുട്ടി ആളെ വെച്ച് ഇനി ഒരാളെയും കൂടി കണ്ടുമുട്ടാനുണ്ട് നല്ലൊരു സ്വഭാവമുള്ള ആളാണ് ഭക്തജനങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കുക.